ഞാനൊന്ന് പുറത്തേക്ക് പോകാൻ തയ്യാറെടുത്തുകൊണ്ട് നിന്നപ്പോഴാണ് കേട്ടോ കറണ്ട് പണി തന്നത്. അപ്പം പിന്നെ വെളിയിൽ കിടന്ന കണ്ണാടിയിൽ നോക്കി കുറച്ച് നേരം വീഡിയോസൊക്കെ എടുത്തു. മറ്റെങ്ങോട്ടും അല്ല, എനിക്കൊരു ജോഡി ഡ്രസ്സ് എടുക്കാനായിട്ടായിരുന്നു പോകാൻ നിന്നത്. എൻ്റെ ഒരേ ഒരു നാത്തൂൻ്റെ ബ്രദറിൻ്റെ എൻഗേജ്മെൻറ്റാണ് വരുന്ന സൺഡേ. അപ്പോൾ അതിനിടാനായിട്ടായിരുന്നു കേട്ടോ. എല്ലാം കഴിഞ്ഞപ്പോൾ കൊണ്ട് കറണ്ടും വന്നു. അങ്ങനെ പിന്നെ ഒട്ടും നോക്കിയില്ല, താമസിക്കാണ്ട് പിന്നെ വണ്ടിയിൽ കയറി നേരെ കടയിലേക്ക് വെച്ച് പിടിച്ചു കേട്ടോ. ഇവിടെ ചെന്നപ്പോൾ മറ്റൊന്നുമല്ല, വീട്ടിൽ അതേ അവസ്ഥയായിരുന്നു ഇവിടെയും. പാപിച്ച നടം പാതാളം എന്നൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ, അതേ അതായിരുന്നു ഇവിടെയും സംഭവിച്ചത്. അങ്ങനെ ഇവിടെയും കറണ്ടില്ല. കുറേ നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം ഒടുവിൽ കറണ്ട് വന്നു കേട്ടോ. അപ്പം പിന്നെ ഒട്ടും താമസിക്കാതെ സെയിൽസുകൾ ഓരോരോ ഡ്രസ്സുകളായിട്ട് ഇങ്ങനെ എടുത്ത് കാണിച്ചു. അപ്പം പിന്നെ മൊത്തം എനിക്ക് കൺഫ്യൂഷൻ, ഏത് ഡ്രസ്സ് എടുക്കണമെന്നുള്ളൊരു കൺഫ്യൂഷൻ ആയിപ്പോയി കേട്ടോ. ഈ പെണ്ണുങ്ങളല്ലെങ്കിലും പൊതുവേ തുണിക്കടയിൽ ചെന്ന ഡ്രസ്സുകളെല്ലാം കാണുമ്പോൾ ഉണ്ടാകുന്നൊരു സംഭവമാണ് കേട്ടോ, പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ പിന്നെ ബില്ലും മേടിച്ചും കൊണ്ട് നേരെ താഴേക്ക് വന്ന് ബില്ലെല്ലാം പേ ചെയ്തതിന് ശേഷം ചേട്ടൻ തുണിയെല്ലാം മടക്കി തന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഡ്രസ്സുമായിട്ട് ഞാൻ നേരെ വണ്ടിയിലേക്ക് വെച്ച് പിടിച്ചു വീട്ടിലേക്ക് പോകാനായിട്ട്. അങ്ങനെ നോക്കിയപ്പോൾ റോഡ് സൈഡിലൊരു ചേച്ചി നല്ല ചൂട് വാഴയ്ക്കാപ്പം ഇട്ട് വയ്ക്കുന്നു. അപ്പം പിന്നെ കുട്ടികൾ വൈകിട്ട് വരുമ്പോൾ അത് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് 2 വാഴയ്ക്കാപ്പവും മേടിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണും വരെ ഒക്കെ ടാറ്റാ.